ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ വണ്ടിയാണ്. സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് ആയിട്ട് എടുത്തതാണ്. നമുക്ക് നിലവിൽ സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അത് പ്ലഗ്ഗാണ് നമുക്ക് മാറ്റേണ്ടി വരാം കേട്ടോ. പ്ലഗിൻ്റെ കംപ്ലൈൻ്റ് ആണ് മെയിനായിട്ട്. പ്ലഗിൽ നല്ല രീതിയിൽ കാർബൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് മാറ്റിയിടണം കേട്ടോ. കാരണം എയർ ഫിൽറ്ററും അത്യാവശ്യം നല്ല രീതിയിലാണ് ബ്ലോക്ക് ഉണ്ട്. തന്നെയല്ല ഹെഡിനകത്ത് കാർബണിൻ്റെ അളവ്, കരിയുടെ അളവും നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി കിലോമീറ്റർ ഓടിയത് 30,437 കിലോമീറ്ററാണ് മീറ്റർ റീഡിംഗ് ആയിട്ട് കാണിക്കുന്നത്. ഏകദേശം ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ട്. തൽക്കാലം പ്ലഗും എയർ ഫിൽറ്ററും മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ പെട്ടെന്ന് എങ്ങാനും പ്ലഗ് അടിച്ചു പോകുന്നുണ്ടെങ്കിൽ ഹെഡും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യുന്ന ദിവസം പരിഗണിക്കേണ്ടതായിട്ട് വരും കേട്ടോ. തൽക്കാലം നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ടിങ് ആയിക്കോളും, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്തു. നിലവിൽ ഇതിനകത്ത് ഈ പ്ലഗിനകത്ത് വന്ന കാർബൺ തന്നെ ഒരു ഓയിൽ മയത്തോട് കൂടി ഇരിക്കണം. അപ്പോൾ കൂടുതൽ പെട്രോൾ ചെന്നതിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ ഓയിൽ ലെവൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അഴിച്ചു നോക്കിയതാണ്. അപ്പോൾ ഓയിൽ ഒരല്പം ലെവൽ വ്യത്യാസമുണ്ട്. അത്യാവശ്യം കളറ് നല്ലോണം മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റിയതിന് ശേഷം ഇപ്പോൾ ഏകദേശം 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റിക്കളയാം. നമുക്ക് സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട ആ 2 ഐറ്റംസ് ചെയ്താൽ മതി. എഞ്ചിൻ ഓയിലിൻ്റെ കേസ് അവസ്ഥ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. പ്ലഗും എയർ ഫിൽറ്ററും മാറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് എസ്റ്റിമേറ്റ് അമൗണ്ട് എത്ര വന്നതെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ. ഓക്കെ.